അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ വിദ്യാർത്ഥികളെ, സുഖല്ലേ? നമ്മൾ ഇൻഷാ അല്ലാഹ് പൊതുപരീക്ഷയുടെ ഒരു വക്കത്താണ് നിൽക്കുന്നത്. പരീക്ഷ എഴുതാനുള്ള കുട്ടികളൊക്കെ ഫീസൊക്കെ അടിച്ചു, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഏപ്രിൽ 1 നമ്മൾ പൊതുപരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് നമ്മളൊക്കെ നടത്തിയിരിക്കണം. നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തുകയും അതോടുകൂടി പരീക്ഷ കൂടി തയ്യാറാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ നമ്മുടെ ഈ ക്ലാസ്സുകളുടെയും പഠനത്തിൻ്റെയൊക്കെ യഥാർത്ഥ അവസ്ഥയിലേക്ക് എത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതായാലും നിങ്ങൾ ശ്രമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ പിന്നെ കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹജ്ജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ ഹജ്ജ് ഉംറയെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇനി ഹജ്ജ് ഉംറയുടെ ഫർളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജ് ആർക്കൊക്കെ ചെയ്യണം, ആരാണ് ഹജ്ജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഉംറ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഹജ്ജ് നിർബന്ധമുള്ളവരാരാണ് എന്ന്. അപ്പോൾ ഹജ്ജ് നിർബന്ധമുള്ളവരെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഇനി ഹജ്ജിൻ്റെ നിർബന്ധ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഹജ്ജിൽ ഒരു ഹജ്ജ് ആകണമെങ്കിൽ അതിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഒരു ഉംറയാകണമെങ്കിൽ അതിൽ നിർബന്ധമുള്ള കാര്യം എന്താണ്, അതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മൾ നിസ്കാരത്തിനും നോമ്പിനും സക്കാത്തിനും ഒക്കെ ഫർളുള്ളത് പോലെ തന്നെ വിശുദ്ധമായ ഹജ്ജിനും ഉള്ള ഫർള് 6. ഹജ്ജിൻ്റെ അർക്കാൻ 6. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹജ്ജിന് അർക്കാന് എന്ന് വേറെയുണ്ട്, വാജിബാത്ത് വേറെയുണ്ട്. മറ്റു ഇബാദത്തിലൊക്കെ വാജിബാത്ത് അർക്കാനൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ഹജ്ജിൽ രണ്ടും 2ആണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാം. അപ്പോൾ ഹജ്ജിൻ്റെ അർക്കാൻ നമ്മളതിൻ്റെ ഇതെന്നതാണ്, അർക്കാനുൽ ഹജ്ജാണ്. അർക്കാനുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ റുക്കിന് അത് 6. ഹജ്ജിൻ്റെ റുക്കിന് 6. ഒന്നാമത്തെ പറഞ്ഞ ഒന്ന് ഇഹ്റാം ചെയ്യുക. ഒന്ന് ഇഹ്റാം ചെയ്യുക. 2 അറഫയിൽ നിൽക്കുക. 2 അറഫയിൽ നിൽക്കുക. 3 ഇഫാദത്തിന്റെ തവാഫ്. 4 സ്വഫ മർവക്കിടയിൽ സൈ ചെയ്യുക. 5 തലയിൽ നിന്ന് മുടി നീക്കുക. 6 തർത്തീബ്. ഒന്നുകൂടി പറയാം. നമ്മുടെ 4-3 ഇവിടെ എഴുതിയുള്ളൂ. കഴിച്ച് 3 ഇൻഷാ അല്ലാഹ് നമ്മൾ ഘട്ടത്തിൽ പറയാൻ നിൽക്കണം. അപ്പോൾ 1 ഇഹ്റാം ചെയ്യുക. 2 അറഫയിൽ നിൽക്കുക. 3 ഇഫാദത്തിന്റെ തവാഫ്. 4 സ്വഫ മർവക്കിടയിൽ സൈ ചെയ്യുക. 5 തലമുടി നീക്കുക. 6 തർത്തീബ്. ഈ പ്രധാന ഫർളുകൾ ക്രമപ്രകാരം ചെയ്യുക. ഇതാണ് ഹജ്ജിൻ്റെ അർക്കാൻ. ഒന്നും കൂടി ഓർമ്മിക്കാം. 1 ഇഹ്റാം ചെയ്യുക. 2 അറഫയിൽ നിൽക്കുക. 3 ഇഫാദത്തിന്റെ തവാഫ്. 4 സ്വഫ മർവക്കിടയിൽ സൈ ചെയ്യുക. 5 തലമുടി നീക്കുക. 6 തർത്തീബ്. മനസ്സിലായല്ലോ? യെസ്. ഇനി ഈ 6 നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. 1 ഇഹ്റാം ചെയ്യും. എന്തിനായി ഇഹ്റാം എന്ന് പറയുന്നത്? ഇഹ്റാം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയത് ഒരു വെള്ള തുണി, അതിങ്ങനെ ഷർട്ടൊക്കെ അഴിച്ച് ഒരു തുണി ഇങ്ങനെ വിലങ്ങിന് കെട്ടുന്നതിന് ഇഹ്റാം എന്ന് ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇഹ്റാം അല്ല. അത് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാലുള്ള വേഷമാണ്. അത് മനസ്സിലാക്കണം. ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ ചിലർ മനസ്സിലാക്കി നേരെ എന്താണ്
ഒരു തുണി ഇങ്ങനെ പുതക്കലാണ്, അല്ലെങ്കിൽ ഒരു തുണി ഇങ്ങനെ ഇടത്ത് കയ്യിൻ്റെ കച്ചത്തിലൂടെ ഇങ്ങനെ വെച്ച് കണ്ട് നെട്ടിനെത്തിൽ കണ്ട് ഇഹ്റാം എന്നൊക്കെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ശരിയല്ല, അതല്ല ഇഹ്റാം. അത് ഇഹ്റാമിൻ്റെ വേഷമാണ്. മനസ്സിലായല്ലോ? അത് ഇഹ്റാമിൻ്റെ വേഷമാണ്. ഏതുപോലെ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഈ കെട്ടുന്നതിനേക്കാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ്. അല്ല, നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് അല്ലാഹു അക്ബർ. ഈ അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കുന്നതിനേക്കാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഇത് പിന്നെ കൈ കെട്ടുകയും കെട്ടാതിരിക്കുകയും ചെയ്യാം. കൈ കെട്ടാതെ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, പലർക്കും പല രൂപത്തിലും നിസ്കാരം. അതിനൊന്നും ഇതില്ല, നിസ്കാരത്തിൻ്റെ സ്വീഹത്തിനെ ബാധിക്കുന്നില്ല. അത് ചില സുന്നത്തുകളെ മറ്റൊക്കെ ബാധിക്കുന്നുള്ളൂ. കെട്ടൽ സുന്നത്താണ്, കെട്ടാതിരുന്നു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിന്റെ ഫർളാണ്, പക്ഷേ കെട്ടലല്ല, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലലാണ്. എന്നതുപോലെ ഹജ്ജിൽ മുണ്ടിടല്, തുണി ചുറ്റല്, അതല്ലെങ്കിൽ അത് അതിന്റെ വേഷമാണ്. അത് ഇൻഷാ അല്ലാഹ് വാജിബാത്തിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ആവശ്യത്തിന് നമുക്ക് ചർച്ച ചെയ്യപ്പെടാം. പക്ഷെ ഇവിടെ ഇഹ്റാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയ്യത്താണ്, കരുതുക. അപ്പൊ ഹജ്ജിന് ഇഹ്റാം കിട്ടി, അല്ലെങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാം കിട്ടി എന്ന് പറഞ്ഞാൽ, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു എന്ന് പറഞ്ഞാൽ ഉംറയ്ക്ക് വേണ്ടി ഞാൻ കരുതി എന്നാണ് അർത്ഥം, വേഷമല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതുക. ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു. നവൈതുൽ ഹജ്ജ വ അഹറംതു ബിഹി ലില്ലാഹി തആല. നവൈതുൽ ഹജ്ജ വ അഹറംതു ബിഹി ലില്ലാഹി തആല. ഇങ്ങനെ പറയലാണ് എന്താ? ഹജ്ജിന് ഇഹ്റാം ചെയ്യലാണ്. മനസ്സിലായല്ലോ? ഉംറക്കാണെങ്കിൽ നവൈതുൽ ഉംറത വ അഹറംതു ബിഹാ ലില്ലാഹി തആല. ഞാൻ ഉംറ ചെയ്യാൻ കരുതി, അതിനു വേണ്ടി ഇഹ്റാം ചെയ്തു. ഹജ്ജ് ആണെങ്കിൽ നവൈതുൽ ഹജ്ജ വ അഹറംതു ബിഹി ലില്ലാഹി തആല. ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി, അതിനു വേണ്ടി ഇഹ്റാം ചെയ്തു. ഇതാണ് സത്യത്തിൽ ഇഹ്റാം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? രണ്ടാമത്തത് അറഫയിൽ നിൽക്കലാണ്. അറഫയിൽ നിൽക്കാൻ എല്ലാ സമയത്തും പോയി അറഫയിൽ നിൽക്കാൻ പറ്റുമോ? പറ്റൂല. അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ പറ്റൂ. ദിവസം, നിശ്ചിത ദിവസം, നിശ്ചിത സമയം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9. ദുൽഹിജ്ജ 9 എന്താ? വലിയ പെരുന്നാളിന്റെ തലേ ദിവസം. ദുൽഹിജ്ജ 9 ആ ദിവസമാണ് ഹജ്ജിന് അവിടെ പോയി നിൽക്കേണ്ടത്. എപ്പോ? ഉച്ച തിരിഞ്ഞത് മുതൽ. അത് ദുൽഹിജ്ജ 9 ളുഹ്റിക്ക് ശേഷം. ഉച്ച തിരിഞ്ഞ് നമ്മളങ്ങനെ കണക്കൂട്ടുക. അത് സൂര്യൻ മധ്യത്തിൽ തെറ്റിയ ഉച്ച തിരിയല്ലോ. അപ്പൊ ആ സമയം മുതൽ അന്നത്തെ സൂര്യ പെരുന്നാൾ ദിവസത്തിലെ ഫജ്ർ വരെ. പെരുന്നാൾ ദിവസത്തിലെ ഫജ്ർ വരെ സമയമുണ്ട്. പെരുന്നാൾ ദിവസത്തിലെ ഫജ്ർ എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് അതിന്റെ സമയം. മനസ്സിലായല്ലോ? ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തിലെ, അഥവാ പെരുന്നാളിന്റെ അന്ന് സുബഹിക്ക് ബാങ്ക് കൊടുക്കുമല്ലോ, ആ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയമാണ് അറഫയിൽ നിൽക്കേണ്ട സമയം. ഇനി ഹജ്ജിന്റെ കർമ്മങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിൽ നിൽക്കൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ്. അതുകൊണ്ടാണ് അറഫ ദിനത്തിന് ലോകത്തൊക്കെ വളരെ ശ്രദ്ധയാണ്. അപ്പോൾ അറഫ ദിനത്തിൽ ഹജ്ജിന് ചെന്ന ആളുകൾ, ആ വർഷം ഹജ്ജിന് പോകുന്ന ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഒരൊറ്റ സ്ഥലം. ആ ഒരു സ്ഥലത്ത്, ആ ഒരു മൈതാനത്ത്, അറഫയുടെ മലയുടെ താഴ്വാരത്ത് മൈതാനത്തും റോട്ടിലും അതുപോലെ തന്നെ ഉള്ള സ്ഥലത്തൊക്കെ ആ അറഫയ്ക്ക് വേണ്ടി റെഡിയാക്കിയ, അല്ലെങ്കിൽ അറഫ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് മാത്രം, ആ സ്ഥലത്ത് തന്നെ ഉണ്ടാവണം. അതിന് തൊട്ടടുത്ത് പോയിട്ട് എന്നൊരു കാര്യമില്ല, അറഫയിൽ ഉണ്ടായിരിക്കണം. അത് ഈ സമയത്തിന് ശേഷം അല്പം സമയമാണെങ്കിൽ പോലും അവിടെ നിൽക്കുക എന്നൊരു കർമ്മമാണ്. അറഫയിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ദുൽഹിജ്ജ 9 ഉച്ചക്ക് മുമ്പായിട്ട് അറഫയിൽ എത്താൻ കഴിയില്ല. ഉച്ചയ്ക്ക് ശേഷം അറഫയിൽ എത്താൻ കഴിയില്ല. ഉച്ചന് മുമ്പ് പോയിക്കാണ് അവൻ തിരിച്ചു പോകുന്നത്. ഉച്ചന്റെ മുമ്പ് അറഫയിൽ പോയി അവൻ തിരിച്ചു പോകാൻ അവന് ഹജ്ജ് കിട്ടിയില്ല. ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്താൻ ശ്രമിച്ചു, പിന്നെ നടന്നില്ല. പിന്നെ പെരുന്നാൾ സുബഹിക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷം അറഫയിൽ എത്തിയത് അവന് ഹജ്ജില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലായി? അപ്പൊ അറഫയിൽ നിൽക്കുക. ഇനി മൂന്നാമത് ഇഫാദത്തിന്റെ തവാഫ്. ഇഫാദത്തിന്റെ തവാഫ് ഹജ്ജിന്റെ വാജിബാണ്. തവാഫുകൾ 3 ആയിട്ടാണ് നമുക്ക് വേർതിരിക്കാൻ കഴിയും. ഒന്ന് തത്തവ്വു, സുന്നത്തായ തവാഫ്. 2 ഇഫാദത്തിന്റെ തവാഫ്. ഇപ്പോൾ ഹജ്ജിലൊക്കെ നിർബന്ധമാണ്. മൂന്നാമത്തത്
വിദാഇന്റെ തവാഫ്. വിദാഇന്റെ തവാഫ് പറഞ്ഞാൽ നമ്മൾ മക്കയിൽ നിന്ന് വിശുദ്ധ കഅബയോട് വിട പറഞ്ഞു പോകുമ്പോഴാണ് തവാഫ്. ഇങ്ങനെ 3 ഐറ്റം തവാഫിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. മറ്റത് സാധാ സുന്നത്തായ തവാഫ് നമ്മളോട് ചെല്ലുമ്പോൾ ഇങ്ങനെ കഅബ ഇങ്ങനെ വലയം വെക്കുക, അത് ഏത് സമയത്തും ചെയ്യാം. മറ്റത് നമ്മളവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, പിന്നെ തവാഫ് ചെയ്യുന്നതിലേക്ക് സുന്നത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ മക്കയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മക്കത്ത് എത്തുമ്പോഴാണ് തവാഫിന് ഖുദൂമിന്റെ തവാഫ് എന്ന് പറയും. അതൊക്കെ സുന്നത്തായ തവാഫിന്റെ ഒരു ഘട്ടത്തിലാണ് വരിക. പിന്നെ വിദാഇന്റെ തവാഫ് അത് വാജിബാത്തിന്റെ ഘട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കും. പിന്നെ അത് നമുക്ക് വിശദീകരിക്കാം. പിന്നെ ഉള്ളത് ഇഫാദത്തിന്റെ തവാഫ് അഥവാ ഹജ്ജിന്റെയോ ഉംറയുടെ നിർബന്ധ പ്രവർത്തനങ്ങളിൽപ്പെട്ട തവാഫ്. അതാണ് തവാഫിന്റെ. ഏതായാലും ഈ തവാഫ് ചെയ്യേണ്ടത് അറഫയിൽ നിന്ന ശേഷമാണ്. ആദ്യം തവാഫ് ചെയ്തിട്ട് നാട്ടിൽ പോകാൻ പറ്റില്ല. ഹജ്ജിന്റെ ഫർദാണെങ്കിൽ സ്വാഭാവികമായിട്ടും അറഫയിൽ നിന്നതിന് ശേഷമാണ് ഈ തവാഫ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്നൊക്കെ ഹാജിമാരൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ മിനയിൽ നിന്ന് അറഫയിലേക്ക് പോയി അറഫയിൽ നിന്നിട്ട് നേരെ ഇവിടെ തിരിച്ച് പിന്നെ മിനയിലേക്ക് തന്നെ മിനയിലേക്ക് വന്നിട്ട് കല്ലേറ് നടത്തും. കല്ലേറ് നടത്തി പിന്നെ വന്ന് തവാഫും ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുന്ന് ഹാജിമാരൊക്കെ ചെയ്യുക. അതിനാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. കല്ലേറ് വന്ന് പിന്നെ മുടി കളഞ്ഞ് തവാഫ് ചെയ്ത് തിരിച്ചു വരിക, പിന്നെ കല്ലേറൊക്കെ പൂർത്തിയാക്കി റെഡിയാക്കാനുള്ളതാണ്. ഏതാണ്ട് അറഫയിൽ നിന്നതിന് ശേഷമേ തവാഫ് ചെയ്യാൻ പറ്റൂ എന്ന് മനസ്സിലായി. പിന്നെ 4-മത്തത് സ്വഫാ മർവക്കിടയിൽ സഅയ് ചെയ്യുക. സ്വഫാ മർവക്കിടയിൽ സഅയ് ചെയ്യുക. പിന്നെ ഈ സഅയ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഖുദൂമിന്റെയോ, ഖുദൂം എന്ന് പറഞ്ഞല്ലോ ആദ്യമായി കഅബയിലേക്ക് എത്തുമ്പോൾ, ഫസ്റ്റ് കഅബയിലേക്ക് എത്തുമ്പോൾ തവാഫിലേക്ക് ഖുദൂമിന്റെ തവാഫ്. ഖുദൂമിന്റെയോ ഇഫാദത്തിന്റെയോ തവാഫിന് ശേഷമാണ് സഅയ് ചെയ്യുന്നത്. സഅയ് ഒറ്റ ചെയ്യാൻ പറ്റില്ല. സഅയ് തവാഫ് കഴിഞ്ഞ ഉടനെയാണ് സഅയ് ചെയ്യുന്നത്. ആദ്യം കഅബ തവാഫ് ചെയ്ത ഉടൻ അടുത്ത് ചെയ്യാം, സ്വഫയിൽ പോകുക, സഅയ് തുടങ്ങുക. സ്വഫയിൽ നിന്ന് മറവയിലേക്ക് ഒന്ന്, മറവയിൽ നിന്ന് തിരിച്ച് സ്വഫയിലേക്ക് മറ്റൊന്ന്, അപ്പൊ 2 അപ്പൊ അങ്ങോട്ടൊരു പോക്ക് ഇങ്ങോട്ടൊരു പോക്ക്, ഇപ്പൊ 2. അപ്പൊ സ്വഫയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മറവയിലാണ് ലാസ്റ്റ് എത്തുക. 7-മത്തെ പൂർത്തിയാക്കുക മറവയിൽ വെച്ചാണ്. ഇങ്ങനെയാണ് തവാഫിന്. ഇൻഷാ അല്ലാഹ് തവാഫിന്റെ ഭാഗങ്ങൾ വരുമ്പോൾ വിശദമായി ആ ഭാഗത്ത് കടന്നു പോകാം. ഇയാളുടെ തവാഫ് കഴിഞ്ഞതിന് ശേഷമേ സഅയ് ചെയ്യണം. സഅയ് ഒറ്റയ്ക്ക് ചെയ്ത് പോരാൻ പറ്റില്ല. മനസ്സിലായില്ല? സഅയ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. തവാഫിന്റെ ഇഫാദത്തിന്റെയോ ഖുദൂമിന്റെയോ തവാഫിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, സഅയ് ചെയ്യേണ്ടത്. 5-മത്തത് തലയിൽ നിന്ന് മുടി നീക്കുക. കളയുകയോ മുറിക്കുകയോ ചെയ്യാമെന്നാണ്. തലയിൽ നിന്ന് മുടി നീക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും സുന്നത്ത് പുരുഷന്മാർക്ക് കളയലാണ് ഏറ്റവും നല്ലത്. സ്ത്രീകൾക്ക് കളയാൻ പാടില്ല. പകരം സ്ത്രീകൾ മുടിയുടെ അറ്റത്തുനിന്ന് മുറിക്കുക. ചുരുങ്ങിയത് 3 മുടിയെങ്കിലും എല്ലാവരും മുറിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. ഇനി പുരുഷന്മാർ ഒന്നായിട്ട് കളഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. സ്ത്രീകൾ ഒരിക്കലും കളയരുത്. പകരം സ്ത്രീകൾ അവരുടെ മുടിയൊക്കെ കൂടി ചുറ്റി പിടിച്ചിട്ട് അതിൻ്റെ തുഞ്ചണ്ട് തലപ്പ് അവിടെ വെട്ടിക്കളയാണ് ചെയ്യുന്നത്. സ്ത്രീകൾ വെട്ടാനേ പാടുള്ളൂ, പുരുഷന്മാരുടെ കളയും. പിന്നെ തർത്തീബ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട കർമ്മങ്ങൾ ക്രമപ്രകാരം ചെയ്യുക. ആദ്യം ഇഹ്റാം ചെയ്യണം, പിന്നെ അറഫയിൽ നിൽക്കണം, പിന്നെ ഇഫാദത്തിന് തവാഫ് ചെയ്യണം, പിന്നെ സഅയ് ചെയ്യണം, പിന്നെ തലമുടി നീക്കണം. മനസ്സിലായല്ലോ? ഈ കർമ്മങ്ങൾ എങ്ങനെ കൃത്യമായി ചെയ്യുന്നേക്കാണ് എന്ത് പറയാം, തർത്തീബ് എന്ന് പറയാം. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. നമ്മുടെ ഹജ്ജിൻ്റെ ഫർളുകൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ അതിലൂടെ ഒന്ന് കടന്നു വരാം. അപ്പം നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. അർക്കാനുൽ ഹജ്ജി വൽ ഉംറത്തി, ഹജ്ജിൻ്റെയും ഉംറയുടെയും ഘടകങ്ങൾ. ഹജ്ജിൻ്റെ ഫർളുകൾ 6 1 ഇഹ്റാം ചെയ്യുക. ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഇഹ്റാം. അറഫയിൽ നിൽക്കൽ 2-മത്തത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറയുന്നത് അത് അറഫയാണ്. അതിൻ്റെ സമയം ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ്. ഇതിന്റെ സമയം അറഫയിൽ നിൽക്കുന്ന സമയം. 3-മത്തത് ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുക. അറഫയിൽ നിന്ന ശേഷമാണ് അതിന്റെ സമയം. ഖാല അല്ലാഹു തആല വല്യത്തവഫു ബിൽ ബൈത്തിൽ അഖീഖ്.
ബൈത്തുൽ അതീഖിനെ നിങ്ങൾ എന്ത് ചെയ്യുക? തവാഫ് ചെയ്യുക. അത് വിശുദ്ധ കഅബത്തിലേക്കുള്ള മറ്റൊരു പേരാണ് ബൈത്തുൽ അതീഖ്. അതിനെ നിങ്ങൾ തവാഫ് ചെയ്യുക. നാലാമത് സഫ മർവയുടെ ഇടയിൽ 7 പ്രാവശ്യം സഅയ് ചെയ്യുക. ഖുദൂമിന്റെയോ ഇഫാദത്തിന്റെയോ തവാഫിന് ശേഷമാണ് അത് നിർവഹിക്കേണ്ടത്. ഉസ്താദ് വിശദീകരിച്ചു. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ് ഇസ്ഔ ഇന്ന സഅയ ഖദ് കുതിബ അലൈക്കും. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇസ്ഔ, നിങ്ങൾ സഅയ് ചെയ്യുക. ഇന്ന സഅയ, തീർച്ചയായും സഅയ്, ഖദ് കുതിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിർബന്ധമാണ്, അത് ചെയ്യണം. അഞ്ചാമത്തേത് തലയിൽ നിന്ന് മുടി നീക്കൽ. കളയുകയോ മുറിക്കുകയോ ചെയ്യാം. തലയിൽ നിന്ന് മുടി നീക്കൽ കളയുകയോ മുറിക്കുകയോ ചെയ്യാം. ചുരുങ്ങിയത് 3 മുടി നീക്കണം. ഞാൻ പറഞ്ഞല്ലോ 3 മുടി നീക്കണം. പുരുഷന്മാർക്ക് മുഴുവൻ കളയലാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠത മുഴുവൻ കളയലാണ്. സ്ത്രീകൾക്ക് കളയൽ കറാഹത്താണ്. കളയൽ നല്ലതല്ലാണ്. കറാഹത്ത് ഒഴിവാക്കിയ കൂലിണ്ട്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈസ അലൻ നിസാഇ ഹൽഖുൻ, സ്ത്രീകൾക്ക് കളയേണ്ടതില്ല. ഇന്നമാ അലൻ നിസാഇ അത്തഖ്സീർ, പെണ്ണുങ്ങളുടെ നിർബന്ധമുള്ളത് അത് മുടി വെട്ടലാണ്, കളയലല്ല. തലയിൽ മുടിയില്ലാത്തവൻ തലയിൽ കത്തി നടത്തൽ സുന്നത്താണ്. തലയിൽ മുടിയില്ലെങ്കിൽ കത്തി എടുത്തിട്ട് എന്ത് ചെയ്യുക? മുടിയില്ലാത്ത ഒരാളുണ്ടാവുമല്ലോ, അവർ എന്ത് ചെയ്യുക? അതിങ്ങനെ കളയണമാരും ഇങ്ങനെ കളയാം. അപ്പോൾ ആ പരിപാടി ആണ് ചെയ്യേണ്ടത്. 6 പ്രധാന ഫർളുകൾക്കിടയിൽ തർത്തീബാക്കൽ. പ്രധാന ഫർളുകൾക്കിടയിൽ തർത്തീബാക്കുക അഥവാ ആദ്യം ഇഹ്റാം, പിന്നെ അറഫയിൽ നിന്ന് ശേഷം ഇഫാദത്തിന്റെ തവാഫും മുടി നീക്കലും. ഖുദൂമിന്റെ തവാഫിന് ശേഷം സഅയ് ചെയ്യാത്തവൻ ഇഫാദത്തിന്റെ തവാഫിന് ശേഷം സഅയ് ചെയ്യലും. ഇപ്രകാരമാണ് തർത്തീബാക്കേണ്ടത്. ഈ രൂപത്തിലാണ് തർത്തീബ് ക്രമപ്രകാരം ചെയ്യേണ്ടത്. അറഫയിൽ നിൽക്കൽ അല്ലാത്തവ ഉംറയുടെയും ഫർളാണ്. യെസ്, അപ്പൊ ശ്രദ്ധിക്കുക. ഇപ്പോ ഹജ്ജിന്റെ റുക്കിന് 6 എന്നുള്ളത് പറഞ്ഞു. അറഫിന്റെ ഉംറയുടേത് അപ്പോൾ എത്രയേക്കാരം? 5. ഹജ്ജിൻ്റെത് ഒന്ന് പറഞ്ഞു, 1 ഇഹ്റാം, 2 അറഫയിൽ നിൽക്കൽ, 3 ഇഫാദത്തിന്റെ തവാഫ്, 4 സഅയ് ചെയ്യുക, 5 തലമുടി നീക്കുക, 6 തർത്തീബ്. എന്നാൽ ഉംറയുടേത് 1 ഇഹ്റാം ചെയ്യുക, 2 അറഫയിൽ നിൽക്കലില്ല, പിന്നെന്താണ്? തവാഫ് ചെയ്യുക, 3 സഅയ് ചെയ്യുക, 4 തലമുടി നീക്കുക, 5 തർത്തീബ്. മനസ്സിലായല്ലോ? ഉംറയുടെ അർക്കാനുകളിൽ നിന്ന് അറഫയിൽ നിൽക്കുക, ഹജ്ജിന്റെ അർക്കാനുകളിൽ നിന്ന് അറഫയിൽ നിൽക്കുക എന്നതിന് മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെ ഉംറയുടെ അർക്കാനാണ്. കാരണം ഉംറയ്ക്ക് അറഫയിൽ നിൽക്കുന്ന പരിപാടിയില്ല, അത് ഹജ്ജിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറയാൻ അറഫയിൽ നിൽക്കലാണ്. അറഫയിൽ നിൽക്കൽ അല്ലാത്ത എല്ലാ ഫർളുകളും ഉംറയ്ക്കും ബാധകമാണ്. അപ്പോൾ അതല്ലോ ശ്രദ്ധിക്കുക. ഉംറന്റെ ഫർള് പഠിക്കുമ്പോൾ 5, ഹജ്ജിന്റെ ഫർള് പഠിക്കുമ്പോൾ 6. അപ്പൊ ഏതാണ് കുറവ്? അറഫയിൽ നിൽക്കൽ. അത് ഹജ്ജിന് മാത്രമേ ഉള്ളൂ, ഉംറയ്ക്ക് അറഫയിൽ നിൽക്കലില്ല എന്ന് പറയാം. ഫർളുകൾ 1 നഷ്ടപ്പെട്ടാൽ ഹജ്ജും ഉംറയും നഷ്ടപ്പെടും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു ഫർള് നമുക്ക് ഇല്ലാതെ പോയാൽ ആ ഹജ്ജ് ആണ് നഷ്ടപ്പെടും, ഉംറയും അതും നഷ്ടപ്പെടും. ദണ്ഡം കൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല. ദണ്ഡം എന്ന് പറഞ്ഞാൽ ഫിദിയ, അല്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം, അതുകൊണ്ട് പരിഹരിക്കപ്പെടില്ല. എന്നാൽ വാജിബാത്തിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അതെന്ത് ചെയ്യും? ഫിദിയ കൊണ്ട് പരിഹരിക്കപ്പെടും. ഫർള് ഒന്നും പരിഹരിക്കപ്പെടുകയില്ല. തവാഫ്, മുടി നീക്കൽ, സഅയ് ഇവയുടെ സമയത്തിന് അവസാനമില്ല. തവാഫും മുടി നീക്കലും സഅയും എപ്പോഴും ചെയ്യാം. മനസ്സിലായില്ല? അറഫയിൽ നിൽക്കുക എന്നത് ആ സമയത്തെ പറ്റും. അറഫയിൽ നിൽക്കുക എന്നത് ആ സമയത്തെ പറ്റും. എന്നാൽ തവാഫോ സഅയോ മുടി നീക്കലോ എപ്പോഴും ചെയ്യാം. അത് അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യണം. അതാണ്. പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ കറാഹത്താണ്. ആ ദിവസത്തെ തൊട്ട് ഇതൊക്കെ പിന്തിക്കൽ എന്താണ്? കറാഹത്താണ്. ആ ദിവസം ചെയ്യാനാണ് ഏറ്റവും നല്ലത്. കാരണം അന്നഞ്ച് പാടെ ഭയങ്കര തിരക്കും വലിയ പ്രയാസങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാം. കറാഹത്ത് ഉണ്ടാവും എന്ന് മാത്രം, മറ്റൊരു പ്രത്യേകതയൊന്നുമില്ല, അല്ല പ്രത്യേക സമയങ്ങളൊന്നുമില്ല. എന്നാൽ അറഫയിൽ നിൽക്കുക എന്നത് പറഞ്ഞപ്പെട്ട സമയത്ത് മാത്രമേ പറ്റൂ. അത് അങ്ങനെ തന്നെ ചെയ്യണം. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി സൂചിപ്പിച്ചു തരാം.
ഹജ്ജിന്റെ റുക്നുകൾ 6 ഒന്ന് ഇഹ്റാം ചെയ്യലാണ്, 2 അറഫയിൽ നിൽക്കലാണ്, 3 ഇഫാത്തിന്റെ തവാഫാണ്, 4 സഫ മറുവക്കടയിൽ സൈ ചെയ്യലാണ്, 5 തലമുടി നീക്കുക, 6 തർത്തീബ്. ഏതിന്റെ ഫർദാണ് ഇതൊക്കെ? ഹജ്ജിന്റെ ഫർദ്. ഇനി ഉംറയുടെ ഫർദോ? ഉംറയുടെ ഫർദാണെങ്കിൽ 1 ഇഹ്റാം, 2 തവാഫ്, ഇഫാത്തിന്റെ തവാഫ് അല്ലെങ്കിൽ തവാഫ്, 3 സൈ ചെയ്യുക, 4 തലമുടി നീക്കുക, 5 തർത്തീബ്. ഇതാണ് ഉംറയുടെ ഫർദ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇഹ്റാം എന്നാൽ എന്ത്, അറഫയിൽ നിൽക്കേണ്ട സമയം, സ്ത്രീകൾക്ക് മുടി നീക്കൽ കറാഹത്താണ്, തെളിവെന്ത് എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഒരു പ്രത്യേക മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, അർക്കാനുൽ ഹജ്ജ് എന്ന് ഒരു ഹെഡ് എടുത്തിട്ട് അത് കൃത്യമായി എഴുതുക. അതിന് തൊട്ട് താഴെ തന്നെ അർക്കാനുൽ ഉംറ, ഉംറയുടെ റുക്നുകൾ എന്ന് പറഞ്ഞിട്ട് 5 വേറെ എഴുതാം. അത് പ്രത്യേകിച്ചും എഴുതണം, മറക്കരുത്. മനസ്സിലായല്ലോ? ആദ്യം ഹജ്ജിന്റെ അർക്കാൻ എഴുതുക, അതിന് തൊട്ട് താഴെ തന്നെ അത് ക്രമപ്രകാരം എഴുതുക. കാരണം നമ്മളെ തദ്രീബാത്തിലെ ഉംറയുടെ ഫർളുകളെ ചോദിക്കുന്നുള്ളൂ, ഹജ്ജിനെ ഫർള് ക്രമപ്രകാരം നമ്മൾ പഠിച്ചതുമാണ്. അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇത് 2 നോട്ടിൽ നിങ്ങൾ എഴുതാൻ മറക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ തദ്രീബാത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രമപ്രകാരം ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുക. അതിലുപരി നമ്മളൊക്കെ പഠിക്കുക എന്നത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ട ഒരു കർമ്മമാണ്. ഹജ്ജ് ഉംറ എന്നത് നിർബന്ധമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹജ്ജിന് പോകാൻ അവസരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകാൻ അവസരം കിട്ടുമ്പോൾ ആ സമയത്ത് അവിടെ ചെന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പേടിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഹജ്ജ് ഉംറയ്ക്കൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ പല രാജ്യത്തു നിന്നും വന്നുകൂടുന്നു. പലരുടെ കർമ്മങ്ങൾ പല രൂപത്തിൽ കാണാൻ പറ്റും. കാരണം ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ തോന്നുന്നത് പോലെ കാട്ടിക്കുന്ന അവിടെ ചെന്നവർക്ക് കാണാൻ കഴിയും. അപ്പം നമ്മൾ വിചാരിച്ചു ഓൻ കാട്ടുന്ന പോലെ ഞാനും കാണിക്കട്ടെ എന്ന്. ആ ഒരു പരിപാടി ഒരിക്കലും പറ്റില്ല. നമ്മൾ പഠിക്കണം. പഠിച്ചതിന് ശേഷം അത് സ്വീകാര്യമായ രൂപത്തിലേക്ക് ഹജ്ജിനെ നമ്മൾ മാറ്റിക്കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമ്മുടെ ഹജ്ജ് സ്വീകരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ പൊന്നുമക്കൾ നല്ലപോലെ പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുക. അതിലുപരി ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. എവിടെയെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കൃത്യമായി ചോദിക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.